Hello, champions. Congratulations for stepping into class 12th. ഈ ഒരു അക്കാഡമിക് ഇയർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു അക്കാഡമിക് ഇയർ ആയിരിക്കും ആൻഡ് ഒരു നൊസ്റ്റാലജിക് ഇയറും കൂടി ആയിരിക്കും ബിക്കോസ് ദിസ് ഈസ് അൻ എൻഡ് ഓഫ് യുവർ സ്കൂൾ ലൈഫ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയർ എപ്പോഴും ക്ലോസ് ടു ഹാർട്ടായിരിക്കും. ബട്ട് ഈ ഒരു അക്കാഡമിക് ഇയർ എല്ലാ വർഷങ്ങളിലെ പോലെ സെയിം ആയിരിക്കില്ല. ബിക്കോസ് ഈ ഒരു ഇയർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ആക്ച്വലി ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ഡ്രീം കോളേജ്, യുവർ ഡ്രീം കരിയർ, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇറ്റ് ഓൾ ബിഗിൻസ് നൗ. സോ ഒരു ഡൗട്ട് കാണും, ക്ലാസ് 12th എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ. ബട്ട് നോ വറി, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു with simple and powerful guide on how to start your class 12th journey. So ഈ ഒരു വീഡിയോ end വരെ കാണാം and I promise you will feel more confident, more focused and fully ready to take on this year. So let's begin. Take the printout of syllabus. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സിലബസ് ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പ്രിൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ടീച്ചർ സിലബസ് അക്കോർഡിംഗ്ലാണ് പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ് സിലബസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടത് എന്ന്. എനിക്ക് പറയാനുള്ളത്, യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി വൺ. സിലബസ് ഓൾറെഡി നമ്മൾ കയ്യിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓരോ ടോപ്പിക്കും സിലബസിലുള്ളത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ടീച്ചേഴ്സ് ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പം 1-2 ടോപ്പിക്ക് അറിയാണ്ട് മിസ്സായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ചിലപ്പം ആ മിസ്സായി പോയ ടോപ്പിക്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യുമ്പം സിലബസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, സിലബസിൽ പറഞ്ഞിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇന്ന് തന്നെ പുതിയ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. NCERT or SCERT textbooks is your best friend. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് നമുക്ക് ഒരുപാടധികം റെഫറൻസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഒരു ഡൗട്ട് ഉണ്ടാകും, ഏത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ചില കുട്ടികളാണെങ്കിൽ ഒന്നിലധികം റെഫറൻസ് മെറ്റീരിയൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം എത്ര റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്താലും ഞാൻ പറയുന്നത് യുവർ ഫസ്റ്റ് പ്രെഫറൻസ് ഷുഡ് ബി യുവർ NCERT or SCERT ടെക്സ്റ്റ് ബുക്ക്. അതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി ലൈൻ നിങ്ങൾ വായിച്ച് പോകണം. ബിക്കോസ് എക്സാമിൽ നിന്നും ചിലപ്പം ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ലൈനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം നല്ലോണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മന്ത്ലി, വീക്ക്ലി ആൻഡ് ഡെയിലി ഗോൾസ്. സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം, എന്നിട്ട് മന്ത്ലി ഗോൾസ്, വീക്ക്ലി ഗോൾസ് ആൻഡ് ഡെയിലി ഗോൾസ് എന്നതിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കാം. അതായത് ഒരു മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, ഒരു വീക്കിൽ എന്തൊക്കെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം ആൻഡ് ഡെയിലി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നീറ്റായിട്ട് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ആൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് പോകാം. സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുമ്പോഴത്തേക്കും അതിൽ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം മിക്സ്ഡ് ആയിട്ടുള്ള, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ട് വരുന്ന സാമ്പിൾ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും നിങ്ങൾ പഠിച്ച ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്ക് മേടിക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. മേക്ക് യുവർ ഓൺ നോട്ട്സ് ഫ്രം ബിഗിനിങ്. ക്ലാസ് തുടങ്ങുന്ന അന്നേരം തൊട്ട് തന്നെ നിങ്ങളുടെ നോട്ട്സ് പ്രോപ്പറായിട്ട് എഴുതി പോവുക. അതും യുവർ ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഒരുപാടധികം ഡെക്കറേറ്റ് ചെയ്തൊന്നും എഴുതണം എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യല. കീപ്പ് ഇറ്റ് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് നോട്ട് എഴുതി തന്നെ പോവുക. ബിക്കോസ് എക്സാം ടൈമിന് നിങ്ങൾ നോട്ട് അന്വേഷിക്കുമ്പോഴത്തേക്കും അഥവാ നോട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അന്നേരം കിടന്നോടേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എല്ലാം പ്രോപ്പറായിട്ട് എല്ലാ ടോപ്പിക്സിൻ്റെയും നോട്ട്സ് കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. Give attention to all subjects.
എല്ലാ സബ്ജക്ട്സിനും ഈക്വലായിട്ട് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ചില കുട്ടികൾ കെമിസ്ട്രി, ബയോ അല്ലെങ്കിൽ മാത്സ്, ഫിസിക്സ് ഇങ്ങനത്തെ സബ്ജക്ട്സിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം ലാംഗ്വേജ് സബ്ജക്ട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്ട്സ് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഈ സബ്ജക്ട്സൊക്കെ എക്സാം ടൈമിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലോണം സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, അതായത് വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനത്തെ സബ്ജക്ട്സ് എല്ലാം ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. റെഗുലർ റിവിഷൻ. പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച ചാപ്റ്റർ ചിലപ്പോൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും തന്നെ അതിൽ നിന്നും ഓർമ്മ കാണില്ല. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആയതുപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കെൻഡ്സിനും, ഇപ്പം വീക്ക് ഡേയ്സിന് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിനെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആ ദിവസം റിവിഷൻ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യരുത്. അതുവരെ പഠിച്ച എല്ലാ പോർഷൻസും ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. ലിമിറ്റ് ഡിസ്ട്രാക്ഷൻസ്. ഈ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിലോട്ട് ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ആകാം, ഫ്രണ്ട്സിനോടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ആയിരിക്കാം. But you have to get rid of these distractions in this academic year because you have to achieve your goal. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ സ്വപ്നം ഇതൊക്കെ അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് ഈ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ബാരിയർ തന്നെയാണ്. ഈ ഒരു ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക. ഇപ്പം ഗെയിംസ് കളിക്കുന്നതായിരിക്കാം ചില കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ ചാറ്റിംഗ് ചെയ്യുന്നതായിരിക്കാം ഡിസ്ട്രാക്ഷൻസ്, TV കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തിങ്കിങ്സ് ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം, പല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് വരാം. അപ്പോൾ ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് ഈ ഒരു അക്കാഡമിക് ഇയർ ഡിസ്ട്രാക്ഷൻസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് യു ഹു ഹാവ് ടു വർക്ക് ഹാർഡ് ബിക്കോസ് യു ഹാവ് ടു അച്ചീവ് യുവർ ഗോൾ. നോ വൺ ഈസ് കമ്മിങ് ടു ഹെൽപ്പ് യു. ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല. So champions, let me tell you something. You are stronger than what you think. You are not weak. You are not behind. This is your year. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. ബിക്കോസ് ഈ ഒരു അക്കാഡമിക് ഇയർ, ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഇയർ ഇൻ യുവർ സ്കൂൾ ലൈഫ്. ഇത്രയും വർഷം സ്കൂളിലുള്ള മെമ്മറബിൾ എക്സ്പീരിയൻസസ് ഇതൊക്കെ നിങ്ങളിനി മിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ സ്കൂൾ ഇയറിൽ ഇങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഈ ഒരു ലാസ്റ്റ് അക്കാഡമിക് ഇയർ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ബിക്കോസ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ട് അത് പറ്റും. സോ വർക്ക് സൈലൻ്റ്ലി, വർക്ക് സിൻസിയർലി, വർക്ക് സ്മാർട്ട്ലി, വർക്ക് കൺസിസ്റ്റൻ്റ്ലി. ആൻഡ് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ യു വിൽ നോട്ട് ജസ്റ്റ് മേക്ക് യുവർ പേരൻറ്റ്സ് പ്രൗഡ്, യു വിൽ മേക്ക് യുവർ സെൽഫ് പ്രൗഡ്. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുക. So let's go win this year together. So all the best, my champions. Believe in yourself and have a wonderful day. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.